കൺജനറ്റൽ ലാരിഞ്ചൽ വെബ്. ലാരിങ്സ് എന്ന് പറയുന്നത് വോയിസ് ബോക്സ് ആണ്. അപ്പോൾ ഈ വോയിസ് ബോക്സിൻ്റെ ഉള്ളിൽ വോക്കൽ കോർഡ്സ് എന്നൊരു സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ വോക്കൽ കോർഡ്സിൻ്റെ ചലനം ഉള്ളതുകൊണ്ടാണ് ശബ്ദം നമ്മൾ പുറത്തോട്ട് വരാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ വോക്കൽ കോർഡ്സിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് അഥവാ ഒരു കട്ടിക്ക് ഒരു കണക്ഷൻ പോലെ വരുവാണെങ്കിൽ അതിന് ലാരിഞ്ചൽ വെബ് എന്നും, ജനിക്കുമ്പോൾ തന്നെ ഉണ്ടെങ്കിൽ അതിന് കൺജനറ്റൽ ലാരിഞ്ചൽ വെബ് എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ രണ്ടും പിക്ചേഴ്സ് കണ്ടിട്ട് നമുക്ക് വേറെ കംപ്ലൈൻറ്റിലോട്ട് കിടക്കാം. അപ്പോൾ ഇടതേ സൈഡിൽ കാണുന്ന പിക്ചറാണ് ലാരിങ്സ്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് വോക്കൽ കോർഡ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കണക്ഷൻ വന്നാൽ അത് ലാരിഞ്ചൽ വെബ് എന്ന് പറയും. ഇത് 4 രീതിയിലാണ് ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. 35% കുറവ് ബ്ലോക്ക് ആണെങ്കിൽ അത് ഗ്രേഡ് 1 എന്നും, 36 മുതൽ 50 ആണെങ്കിൽ ഗ്രേഡ് 2 എന്നും, 51 മുതൽ 75% അടവുണ്ടെങ്കിൽ അത് ഗ്രേഡ് 3 എന്നും, ഓൾമോസ്റ്റ് 100% വരെ ഉണ്ടെങ്കിൽ അത് ഗ്രേഡ് 4 എന്നും പറയും. ഇപ്പോൾ ജനിക്കുന്ന കുട്ടിക്ക് ഇങ്ങനെ മൈൽഡ് ആണെങ്കിൽ 1-2 ഗ്രേഡ് ആണെങ്കിൽ ശബ്ദത്തിന് വ്യത്യാസമുണ്ട്, കരയുമ്പം വ്യത്യാസം ഉണ്ടാവും, ഒരു വീക്ക് ക്രൈ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഗ്രേഡിങ് കൂടി ഗ്രേഡ് 2 ഗ്രേഡ് 3 ആണെങ്കിൽ ഭയങ്കരമായിട്ട് ചുമ കാണും. കാര്യം വെച്ചാൽ കുടിക്കുന്ന പാലൊക്കെ ചിലപ്പം ലങ്സിലോട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ശ്വാസം തന്നെ ഡയറക്റ്റായിട്ട് ബ്ലോക്ക് ചെയ്യുന്നതിന് കിട്ടത്തില്ല. അപ്പോൾ ശ്വാസം മുട്ടൽ കാണും. അതായിരിക്കും മെയിനായിട്ട് കംപ്ലൈൻ്റ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഫ്ലെക്സിബിൾ ലാരിങ്കോസ്കോപ്പി ചെയ്ത് അത് ഏത് ഗ്രേഡാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ അതിൻ്റെ ഗ്രേഡ് കണ്ടുപിടിച്ചിട്ട് ഉടനെ തന്നെ ഒരു CT സ്കാനും ചെയ്യുന്നത് നല്ലതാണ്. ഈ ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞാൽ മൈൽഡ് ആണെങ്കിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഉടനെ അത് ട്രീറ്റ് ചെയ്യണം. റിഫ്ലക്സ് കുറച്ച് കാണും, അത് ട്രീറ്റ് ചെയ്താൽ ശരിയാവും. പക്ഷേ മോഡറേറ്റ് ടു സിവിയർ ആണെങ്കിൽ ആ വെബ് മാറ്റണം, സർജറി കൊണ്ടേ ചെയ്യത്തുള്ളൂ. അത് പഴയ ടെക്നിക് കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ പുതിയതായിട്ട് ലേസർ തെറപ്പി കൊണ്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ കോബ്ലേറ്റർ തെറപ്പി വെച്ച് ചെയ്യാം. അതൊരു മേജർ സർജറിയാണ്. ഇങ്ങനെയാണ് കൺജനറ്റൽ ലാരിഞ്ചൽ വെബ് നമ്മൾ ചികിത്സിക്കുന്നത്. നമസ്കാരം.